നീ ആ കോഴ്സ് തന്നെ വേണോന്ന് ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ. അമ്മ എനിക്കിഷ്ടമുള്ളതിനല്ലേ പോകേണ്ടത്, ഞാനല്ലേ പഠിക്കണ്ടേ. നീ ഒന്നും മിണ്ടായിരിക്കില്ല സി. ഞാൻ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എല്ലാം കൂടി 10 ലക്ഷം രൂപയെ പുറത്താവും. ഇത്രയും കടം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എങ്ങനെ ഒപ്പിക്കും? എന്നെ കണ്ടുപിടിക്കും, ഞാൻ എന്തെങ്കിലും ബാധ്യത ഒപ്പിക്കുന്നുണ്ടോ? അത് ശരിയാ, അവൾക്കെല്ലാം ഡിസ്റ്റന്റ്, വണ്ടിക്കൂലി പോലും വേണ്ടല്ലോ. ട്യൂഷൻ എടുത്തിട്ടായാലും അവിടെ വട്ടച്ചെലവിനുള്ള കാശ് അവൾ ഉണ്ടാക്കുന്നില്ലയോ? അച്ഛാ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമല്ലോ, ഞാൻ തന്നെ തിരിച്ചടച്ചോളാം. അത് ഇത്രയും ലോണിലെടുത്ത് നീ അതോടെ കിട്ടൂ? അത് കിട്ടിയാലും എന്ന് കിട്ടാനാ? ഇപ്പൊ അടയ്ക്കാനും ചെലവിനും ഒക്കെ ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപ വേണ്ടായോ? അത് തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. എവിടുന്നേലും ഒപ്പിക്കാനോ? വെറുതെ ഇരുന്ന് ഓരോന്ന് പറയാതെ നീയാ. കാശിന് കാശ് വേണ്ടേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടോ സഹായിക്കാന്? വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോളൂ. ഞാനൊന്നും ചെയ്തില്ല. നീ എന്തിനാ പിള്ളേരോട് ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? ആവശ്യമില്ലാത്താണോ പറഞ്ഞത്? അവരും അറിയണ്ടേ ഇതൊക്കെ? അവരറിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാനാ? പഠിക്കണമെന്നും ജോലി വാങ്ങിക്കണമെന്നും ജീവിക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹമില്ല അവൾക്ക്. അത് തന്നെ വലിയ കാര്യമല്ലേ? അതിന് നമ്മളെ കൊണ്ടാവുന്ന സഹായമൊക്കെ ചെയ്യണം, അതല്ലേ വേണ്ടേ? എന്നാ കുത്തിയിരുന്ന് സഹായിച്ചോ, ഞാൻ പോയി കിടക്കുവാ. നീ ഇപ്പം ഇത് അഴിക്കാനൊന്നും പോകണ്ട, ഞാൻ വേറെ എന്തെങ്കിലും വഴി നടക്കുമെന്ന് നോക്കട്ടെ. വേറെ എന്ത് വഴി നോക്കാനാ? ഇത് കൊണ്ടുപോയി വിൽക്കുവോ പണയം വെക്കുവോ എന്തുവെന്ന് വെച്ചാ ചെയ്യും. ഇപ്പം നിനക്ക് കാതിലൊന്നും വേണ്ടേ? അത് സാരമില്ല, ഞാൻ എന്തേലും വാങ്ങിയിട്ടോളാം. പര കിട്ടാൻ തന്നെ പഴുക്കുമെന്ന് നീയല്ലേ പറയുന്നത്? ഒന്നും സാരമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. നീയാ വരുന്നുണ്ട്, അവളിതൊന്നും അറിയില്ലേ. എന്താ നീയാ, നിന്റെ മോന്തായി ഇതുവരെ തെളിഞ്ഞില്ലേ? അച്ഛാ അത് വേണ്ട, ഞാൻ വേറെ കോഴ്സിന് പൊക്കോളാം. അതെന്തുവാ? നീ വേറൊരു കോഴ്സിനും പോകണ്ട, ആഗ്രഹിച്ച കോഴ്സിനൊക്കെ പോയാൽ മതി. വേണ്ട അച്ഛാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ പറയുന്നത്. ഇത്ര പൈസ ചെലവാക്കി വേണ്ട, അത് വേണ്ട. ഒരു വേണ്ടായുമില്ല, നീ അതിനങ്ങ് പോയാൽ മതി. പൈസ ഒക്കെ റെഡിയാ, നീ അതൊന്നും ആലോചിക്കണ്ട. അതിന് പൈസ എവിടുന്നാ? നീ ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, പൈസയൊക്കെ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഉഷാറായിട്ടിരി. അച്ഛൻ പോയിട്ട് ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ? അതെ, ആ ഗിരിയേട്ടൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയച്ചേ പോകാവേ. അവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നോ? ചേട്ടനും ചേച്ചി ഒരുപാട് തവണ വിളിച്ചതാണ്. അത് ഞാൻ വൈകിട്ട് അങ്ങനെ പോയിക്കോളാം. വൈകിട്ട് അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല. വൈകിട്ട് പോയാൽ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോകണം, അല്ലേ നീയേ? ശരിയാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഓ ശരി.